നമസ്കാരം. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിൽ നിന്ന് അതീവ ഗുരുതരമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. കാബൂളിലെ ഒരു ലഹരി വിമുക്ത കേന്ദ്രത്തിനു നേരെ പാക് സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കാബൂളിലെ 2000 ബെഡുകളുള്ള ഒമിദ് അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിന് നേരെയാണ് ആക്രമണം നടന്നത്. കഴിഞ്ഞ രാത്രി ഏകദേശം 9 മണിയോടെയാണ് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ഈ ആശുപത്രി ലക്ഷ്യമാക്കി ബോംബാക്രമണം നടത്തിയത്. ലഹരി വിമുക്ത ചികിത്സയിലായിരുന്ന നിരായുധരായ രോഗികളാണ് ആക്രമണത്തിന് ഇരയായത്. അഫ്ഗാൻ ഭരണകൂടത്തിൻ്റെ വക്താവ് ഹംദുള്ള ഫിത്രത്ത് നൽകുന്ന വിവരങ്ങൾ പ്രകാരം കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ 400 കവിഞ്ഞിരിക്കുകയാണ്. 250ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിൽ ആശുപത്രിയുടെ വലിയൊരു ഭാഗം പൂർണ്ണമായും തകർന്നു. അപകട സമയത്ത് വലിയൊരു ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത്. പാകിസ്ഥാൻ ഈ ആക്രമണത്തെ പ്രിസിഷൻ സ്ട്രൈക്ക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തിനെതിരെ നീക്കങ്ങൾ നടത്തുന്ന തീവ്രവാദ കേന്ദ്രങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യം വെച്ചതെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാദം. എന്നാൽ ആശുപത്രി പോലെയുള്ള സിവിലിയൻ സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം ഈ ആക്രമണത്തോട് അതിശക്തമായാണ് പ്രതികരിച്ചിരിക്കുന്നത്. അഫ്ഗാൻ മണ്ണിൽ നടത്തിയ ഈ കടന്നുകയറ്റം ഒരിക്കലും വെച്ചുപൊറുപ്പിക്കില്ലെന്നും ഇതിന് തക്കതായ തിരിച്ചടി നൽകുമെന്നും താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് മുന്നറിയിപ്പ് നൽകി. ഇതിനോടകം തന്നെ അതിർത്തി മേഖലകളിൽ അഫ്ഗാൻ സൈന്യം പ്രത്യാക്രമണം ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. സ്വന്തം രാജ്യത്തിനകത്ത് വളരുന്ന ഭീകരവാദത്തെ നേരിടാൻ സാധിക്കാത്ത പാകിസ്ഥാൻ അയൽരാജ്യത്തെ ആശുപത്രികളെ ലക്ഷ്യം വെക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണെന്നാണ് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിർത്തി തർക്കങ്ങളും സംഘർഷങ്ങളും രൂക്ഷമായിരുന്നു. എന്നാൽ ഒരു വലിയ ആശുപത്രിക്ക് നേരെയുള്ള ഈ ആക്രമണം മേഖലയെ ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.